സന്ദേശ പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കൊണ്ടുകടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. അനുഗ്രഹയാണ് രാഷ്ട്രീയമെന്ന് അടിപറയിട്ടുകൊണ്ട് കേരളക്കരുടെ തെരുവോരങ്ങളിൽ പട്ടിണി പാവങ്ങളെ ചെങ്കില ചോരുകൊണ്ട് സംഹാര താണ്ഡവമാടി അധികാര കസേരകളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി ഗവൺമെന്റ് ഉദ്യോഗങ്ങള് തന്റെ കുടുംബങ്ങൾക്ക് പേരെയ്ത് കൊടുത്തുകൊണ്ട് പാവങ്ങളുടെ അരിമുടക്കി, റേഷൻ അരിമുടക്കി, സ്കൂളിലെ ഉച്ചക്കഞ്ഞി മുടക്കി, ക്യാൻസർ ചികിത്സാ പദ്ധതി ഇല്ലാതാക്കി, കണ്ണൂരിന്റെ മണ്ണ് രക്തക്കളമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ തെരുവോരങ്ങളിൽ പട്ടിണി പാവങ്ങളുടെ ചങ്കില ചേരുകൊണ്ട് സംഹാര താണ്ഡവമാടുന്ന ഈ നരികഥ ബോംബ് രാഷ്ട്രീയത്തിന്റെയും കഠാര രാഷ്ട്രീയത്തിന്റെയും കൊലപാതക രാഷ്ട്രീയത്തിന്റെയും വക്താക്കളായി മാറിയ CPM എന്ന നരികഥ കൊലപാതക രാഷ്ട്രീയക്കാരനെയും വർഗീയതയുടെ വിഷപ്പാമ്പുകൾ അടയിരിക്കുന്ന നരേന്ദ്രമോദിയുടെ RSSന്റെയും BJPയുടെയും നരികഥ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഈ മതേതര മണ്ണിൽ ആവശ്യമില്ല എന്ന ഉച്ചൈസ്ത്രമായ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉണർത്തുക എന്ന് കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന നവംബർ 10, 11, 12 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രൗഢോജ്വലമാവുകയാണ്. അതിന്റെ പ്രചരണാർത്ഥം ഇടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മധീരഭടന്മാർ അണിയിച്ചൊരുക്കിയ സന്ദേശ പ്രചരണ ജാഥയാണ്. വക്തവിരുദ്ധ പ്രയാണം ആരംഭിച്ചുകൊണ്ട് ഇടവണ്ണ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ സമീർ ബാബുവിന്റെയും അഷ്റഫ് ഷാത്തലൂരിന്റെയും യൂസുഫ് ആലപ്പുഴയുടെയും സറഫുദ്ദീന്റെയും നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. ഈ രാജ്യത്തിന്റെ മണ്ണില് അനേക മതങ്ങളും അനേക ദർശനങ്ങളും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത വേഷം ധരിക്കുന്നവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ കിടിഞ്ഞുകൂടുക ഈ മതേതര ഇന്ത്യയുടെ പാരമ്പര്യം ചിന്താണ്ടടിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് നിർഭൂതങ്ങൾക്കും വർഗീയതയുടെ വിഷപ്പാമ്പുകൾ അടയിരിക്കുന്ന BJPയുടെ RSSന്റെയും നരികഥ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഈ മതേതര മണ്ണിൽ ആവശ്യമില്ല എന്ന ഉച്ചൈസ്തരമായ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉണർത്തുക എന്ന് കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന നവംബർ 10, 11, 12 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ചരിത്രമായി മാറുകയാണ്. അതിന്റെ പ്രചരണാർത്ഥം ഇടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മധീരഭടന്മാർ അണിച്ചൊരുക്കിയ സന്ദേശ ജാഥയാണ്. ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് യൂസുഫ് ആലപ്പുഴയുടെയും സമീർ ബാബുവിന്റെയും സറഫുദ്ദീന്റെയും അഷ്റഫ് ഷാത്തലൂരിന്റെയും നേതൃത്വത്തിൽ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. നീണ്ട 35 വർഷക്കാലം ഭരണം നടത്തിയ പശ്ചിമ ബംഗാളിൽ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പ്രാഥമിക മത പഠനം പോലും നിഷേധിച്ചുകൊണ്ട് രക്ഷാബലിക്കാരന്റെയും തോട്ടിപ്പണിക്കാരന്റെയും പ്രതിരൂപങ്ങളാക്കി മാറ്റിയപ്പോൾ അടിമത്തത്തിന്റെയും അരാജകത്വത്തിന്റെയും വെട്ടുകൊടിയിൽ നിന്ന് കരകയറാൻ അന്യ സംസ്ഥാനങ്ങളിലെ അടുക്കളകളിൽ അലയേണ്ടി വന്ന ഒരു ജനത കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി അറബിക്കടലിന്റെ അഗാധ ഗർഭത്തിലേക്ക് തട്ടിമാറ്റിയപ്പോൾ ഇന്ന് കേരളക്കരയില് സകലമായ ചപ്പ് ചവറ ചണ്ടി പണ്ടാരങ്ങളെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ വരും, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാര കസേരകളിൽ ഇരുന്നുകൊണ്ട് ഈ വർത്തമാന കാലഘട്ടത്തില് കാലനാകൃതിയുടെ ചിന്തും ചുവടുകളുമായി തമ്മിൽ കലാപക്കൊടികൾ പിടിച്ചുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തിന്റെ സകലമായ വികസന മന്ത്രങ്ങളും കാറ്റിൽ പറത്തിയ നരികഥ അക്രമ രാഷ്ട്രീയക്കാരൻ ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗങ്ങള് തന്റെ കുടുംബങ്ങൾക്ക് പേരെഴുതി കൊടുത്തുകൊണ്ട് ഇന്ന് റേഷൻ അരി മുടക്കിയ, പാവങ്ങളുടെ ഉച്ചക്കഞ്ഞി മുടക്കിയ, ക്യാൻസർ ചികിത്സാ പദ്ധതി ഇല്ലാതാക്കിയ കണ്ണൂരിന്റെ മണ്ണ് രക്തക്കളമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളില് പട്ടിണി പാവങ്ങളുടെ ചങ്കില ചേരുകൊണ്ട് സംഹാര താണ്ഡവമാടുന്ന ഈ നരികഥ കൊലപാതക രാഷ്ട്രീയക്കാരന്റെയും വർഗീയതയുടെ വിഷപ്പാമ്പുകൾ അടയിരിക്കുന്ന നരേന്ദ്രമോദിയുടെ RSSന്റെയും BJPയുടെയും നരികഥ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഈ ഭാരത മണ്ണിൽ ആവശ്യമില്ല എന്ന് ഉച്ചൈസ്തരമായ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉണർത്തുക എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന നവംബർ 10, 11, 12 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രൗഢോജ്വലമാവുകയാണ്. അതിന്റെ പ്രചരണാർത്ഥം ഇടവണ്ണ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ കർമ്മധീരഭടന്മാർ അണിച്ചൊരുക്കിയ സന്ദേശ പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത്.
പ്രയാണം ആരംഭിച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ കത്തിച്ചൊലിക്കുന്ന വലിയ നക്ഷത്രങ്ങളായ യൂസഫ് ആര്യത്തൊടുവിന്റെയും അഷ്റഫ് ചാത്തലൂരിന്റെയും ഷറഫിന്റെയും നേതൃത്വത്തിൽ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. ഈ രാജ്യത്തിന്റെ മണ്ണില് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ മനുഷ്യ സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നടപ്പാട്ടുപാടി മനുഷ്യ സമൂഹത്തിനെ മനുഷ്യ സ്നേഹത്തിന്റെ പച്ചപ്പിലൂടെ വെളിവെടുത്ത് ഒരു തുള്ളി വെള്ളം ചോദിച്ചവർക്ക്, ഒരു അലകടലും ഒരു പൂ ചോദിച്ചവർക്ക്, ഒരു പൂന്തോട്ടവും ഒരു മന്ദസ്മിതം ആഗ്രഹിച്ചവർക്ക് ഒരു മന്ദമാരുതവും നൽകിയ ശേഷം കരന്റെ വെളിക്കുത്തരം നൽകി പരലോകത്തേക്ക് പാറിപ്പറക്കുമ്പോഴും സമാധാനത്തിന്റെ തെളിഞ്ഞെടുത്ത് വീണ ആ വെള്ളൊരു പ്രാവ് മരുഹൂർ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഹിമാലയ പർവ്വതം പോലെ മനുഷ്യമയ്യത്തുകൾ കൊന്നുകൂടി കിടന്നാലും ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ അനുവദിക്കുകയില്ല എന്ന ധീരമായ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ച് മഹാനായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വന്തം സമുദായത്തിന്റെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പോരടിക്കുമ്പോൾ അന്യ സമുദായക്കാരുടെ അവകാശങ്ങൾ ഒരു കടികുമണി പോലും കവർന്നെടുക്കാതെ ധീരമായ നിലപാടുകളുമായി കത്തിച്ചൊലിച്ച മഹാനായിരുന്ന തങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മലമടക്കുകളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാതനകൾ അനുഭവിച്ച പട്ടിണി പാപങ്ങൾക്ക് വേണ്ടി ജീവിച്ച സ്വന്തം ജീവിതം മറന്നുപോയ മഹാനായിരുന്ന CP സാഹിബിന്റെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് ഈ മനുഷ്യ സമുദായത്തെ എന്ത് സംരക്ഷണങ്ങൾക്ക് വേണ്ടിയതാ, സഹോദരിമാരുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയതാ, ആരാധനാലയങ്ങളുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയതാ ഒരു പച്ച പതാക എന്ന് പ്രഖ്യാപിച്ച് മഹാനായിരുന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിഭജന സംഘടന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന നവംബർ 10, 11, 12 തീയതികളിൽ കോഴിക്കോട് കള്ളപ്പുറത്ത് വെച്ച് പ്രൗഢോത്സവമാകുകയാണ്. അതിന്റെ പ്രചരണാർത്ഥം ഇടവണ്ണ പഞ്ചായത്ത്